ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ്, ഒരു വെള്ളിയാഴ്ച ദേവി പൂജയൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, കിളിനാദങ്ങളും കാക്കയും എല്ലാമായി റിസോർട്ട് പോലുള്ള എൻ്റെ ദ്വാരകാപുരിയിൽ നിന്നും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി പഴമയുടെ റെസിപ്പിയാണ്. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അതായത് അഗ്രഹാരങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു 3 തരം വളരെ ഫേമസ് ആയിട്ടുള്ള പുളികളുണ്ട്. അതായത് ഒന്ന് പുളിയൻ എന്ന് പറയുന്നതും, രണ്ടാമത്തത് ഇരുപുളി എന്ന് പറയുന്നതും, മൂന്നാമത്തത് മുപ്പുളി എന്ന് പറയുന്നതും. അപ്പോൾ പുളിയൻ എനിക്ക് വെക്കാൻ നിവർത്തിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുനുന്തായിട്ടുള്ള പുളിയുടെ ഇല വേണം. പിന്നെ നമ്മൾ എന്താ പറയുക, പച്ചപ്പുളിയില്ലേ, നല്ല ഉള്ളിലിങ്ങനെ ടക്കെന്ന് പറഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പച്ച കളർ വരുന്ന പുളി, ആ പുളി കൊണ്ടാണ് പുളിയൻ ഉണ്ടാക്കുക. ഒരു നിവർത്തിയില്ല ഇവിടെ എനിക്ക് പുളിയൻ ഉണ്ടാക്കാനുള്ള ആ പുളി കിട്ടാനായിട്ട്. ആ പുളി കിട്ടും, പക്ഷെ എന്നാലും ആ ഒരു ഒന്നുമില്ലെങ്കിൽ തായ്ലാൻഡിലത്തെ മധുരിക്കുന്ന പുളി കിട്ടും, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ പുളി കിട്ടുമായിരിക്കും. അതല്ലാത്ത പക്ഷം നാട്ടിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പുളിമരത്തുനിന്ന് പറിച്ചിട്ട് ഇങ്ങനെ ടക്കെന്ന് പറഞ്ഞ് പൊട്ടിക്കുമ്പോൾ ഉള്ള പച്ച നിറവില്ലേ, അതൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ പുളിയൻ എന്ന് പറയുന്ന റെസിപ്പി എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പുളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുളിയൻ ഉണ്ടാക്കി കാണിച്ചു തരാം. രണ്ടാമത്തത് വരുന്നതാണ് ഇരുപുളി. ഇരുപുളി വളരെ കോമൺ ആയിട്ടുള്ള ഒരു കറിയാണ്. അത് എന്താ പറയുക, ഏത് സമയത്തും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക, ഒരു നല്ലൊരു ഫീലിങ്ങോട് കൂടിയിട്ട് വരുന്ന ആ പുളിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരുന്ന ഒരേ ഒരു കോമ്പിനേഷനാണ് മുപ്പുളി. മുപ്പുളി എന്ന് പറയുന്നത് 3 തരം പുളികൾ ഒരേ രീതിയിൽ കോമ്പിനേഷനിൽ വരുന്നതിനെയാണ് മുപ്പുളി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 3 പുളികൾ ചേരുന്ന മുപ്പുളി തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് പണ്ടത്തെ ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. നല്ല ഒരു എന്താ പറയുക, ഫീലിങ്ങോട് കൂടിയിട്ട്, നല്ല കഴിക്കാൻ നല്ല സുഖത്തോട് കൂടിയിട്ട് ഉള്ള ഒരു കറി തന്നെയാണ് ഈ മുപ്പുളി എന്ന് പറയുന്നതും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൂടി കേട്ടിട്ട് വിനി നാട്ടിലാണോ എന്നുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, കണ്ടവർക്കാണെങ്കിൽ അറിയാം, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതെൻ്റെ വീടാണ്, ദുബായിലുള്ള ദ്വാരകാപുരി. അവിടുന്നാണ് ഈ ശബ്ദങ്ങൾ മുഴുവൻ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം പഴയകാല അഗ്രഹാര വിഭവമായ മുപ്പുളി. അപ്പോൾ നമുക്ക് തുടങ്ങാം മുപ്പുളി ഉണ്ടാക്കാൻ. അപ്പോൾ 3 പുളി, 3 തരം പുളി എന്നുള്ളതിനാണ് ആ മുപ്പുളി എന്ന് പറയുന്നത്. ഒരു ചെറിയ എന്താ പറയുക, നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടുള്ളൂ, അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, മോര് വെച്ചിട്ടുണ്ട്. മോര് നല്ല പുളിച്ച മോരാണ്. അങ്ങനെ 3 പുളികൾ ചേരുന്നതാണ് മുപ്പുളി. ഇനി നമുക്കതിൻ്റെ പച്ചക്കറി നോക്കാം. ഇവിടെ പച്ചക്കറിയായിട്ട് ഞാൻ മുരിങ്ങക്കായ, വെള്ളരിക്ക, ഇത് രണ്ടുമാണ് എടുക്കണം. നിങ്ങൾക്ക് കായ എടുക്കുക, അതേമാതിരി തന്നെ മത്തൻ എടുക്കുക, ചേമ്പ് എടുക്കുക, ചേന എടുക്കുക. എന്ത് വേണമെങ്കിലും മോരോച്ച കൂട്ടാനും നമ്മൾ എന്തൊക്കെ ഇടും അതുപോലെ തന്നെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഇനി ഇത് കോമ്പിനേഷനായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലും ഇടാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എല്ലാം മുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാകം വരുത്തിയ ചട്ടിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലേശം വെള്ളം ഒഴിക്കുക, മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാം. ഒന്ന് പകുതി വേവാവണ സമയത്ത് നമുക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ആ പുളി തട്ടുമ്പോൾ ഇതിൻ്റെ വേവ് നിൽക്കും. അതുകൊണ്ട് പകുതി വേവാവുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി വേവട്ടെ, നമുക്ക് അടച്ചു വെക്കാം.
ഇനി നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം. ആ അരപ്പിന് പോവാം. അപ്പോൾ വറക്കാൻ തുടങ്ങാം. അപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അതിലൊരു മാറ്റമില്ല. ഒരു 1/4 സ്പൂൺ ഉലുവ, വലിയ സ്പൂണിന് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, വലിയ സ്പൂണിന് 1 സ്പൂൺ ഊണ് കഴിക്കുന്ന അരി. മട്ട മാത്രം വേണ്ട, വേറെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ പൊന്നിയാണ് എടുത്തിരിക്കുന്നത്. 2 വറ്റൽ മുളക്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറക്കുക. ഇതൊക്കെ പഴയ കാലത്തുള്ള വിഭവമാണ്, പ്രത്യേകിച്ചിട്ട് ബ്രാഹ്മിൻസിൻ്റെ അഗ്രഹാര വിഭവങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വറ്റൽ മുളകിന് തീരെ എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. ബാക്കി മുളക് പൊടി ഇടും. നിങ്ങൾക്ക് വറ്റൽ മുളക് നല്ല എരിവുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 പിടി തേങ്ങ നല്ലോണം ഇട്ട് കൊടുത്തോളൂ. ഇതൊന്ന് ബ്രൗൺ ആവണ്ട, എന്നാൽ മൂക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ അരിയും ഉഴുന്ന് പരിപ്പും ഉലുവയും ഒക്കെ ഈ തേങ്ങ കിടന്ന് മൂക്കണം. ഓക്കെ, മുളക് പൊടി ഇടാം. ഞാനിവിടെ 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇതാ ചെറുതായിട്ട് തേങ്ങ ഒന്ന് വാടിയിട്ടുണ്ട്. എന്നാൽ എല്ലാം നന്നായി മൊരിഞ്ഞിട്ടുമുണ്ട്. അരിയൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ആറിക്കഴിയണ സമയത്ത് നമ്മുടെ ആദ്യത്തെ പുളിയായ മോരൊഴിച്ചിട്ട് ഇത് അരച്ചെടുക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അതവിടെ ആറാൻ വെച്ചു ഞാൻ. ഇത് നന്നായി തിളക്കിണ്ട്. ഒരു പകുതി വേവായിട്ടുണ്ട്. നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ, ഞാൻ അതിൻ്റെ ഫുള്ളായിട്ട് ആ ഒരു വലിയ മാങ്ങയുടെ ഇതും ഇട്ട് കൊടുക്കണ്ട, അണ്ടി ഇട്ട് കൊടുക്കണ്ട, എല്ലാം കൂടി ആക്കി അടച്ചു. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ബൈ ദ വേ, ഞാൻ പുതിയ മിക്സി വാങ്ങി. ഏത് വീഡിയോയിലാണ് എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ അടുത്ത് വരണേ ഉള്ളൂ തോന്നുന്നു ആ വീഡിയോ. എൻ്റെ മിക്സി ജാറ് പൊട്ടിയെന്ന് അതിൽ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ മിക്സി ജാറ് പൊട്ടിയെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പുതിയ മിക്സി വാങ്ങി. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക, എത്ര കാലം കൊണ്ട് നടന്നതാണ്. ഓക്കെ, അപ്പോൾ ഇട്ടിട്ട് ഇനി നമ്മൾ മോരൊഴിച്ചിട്ട് അരയ്ക്കാം. ഇപ്പോൾ ഇതാ ഈ മിക്സിയാണ് വാങ്ങിയിരിക്കണത്. ഞാൻ പാനസോണിക്കിൻ്റെ MX AC 300 മിക്സർ ഗ്രൈൻഡറുമാണ്. കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് അരയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് അരയ്ക്കാം. മറ്റേത് മാതിരി പിടിക്കാതെ അരയ്ക്കാൻ ഇതിന് പറ്റുന്നില്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങണു. അപ്പോൾ ഞാൻ അരയ്ക്കട്ടെ. ആദ്യം മോര് പകുതി ഒഴിച്ചു. പിന്നെ ഞാനിത് അരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ അസലായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേത് പോയി നോക്കാം. ഇതാ ഏകദേശം ഇതായിട്ടുണ്ട്. എല്ലാം കടിക്കാൻ പാകത്തിനൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പുളിയായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ പുളിയുടെ പച്ചമണം ഒന്ന് പോണം. നമുക്കൊന്ന് അടച്ചു വെച്ച് ആവട്ടെ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പുളി നന്നായി തിളച്ചു. ഇനി നമ്മൾ മോരിൽ അരച്ചു വെച്ച അരപ്പ് കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കുക, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ലേശം ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോഴേ ആ പുളിയും എരിവും
ഒക്കെ കറക്റ്റായിരിക്കുള്ളൂ. കാണുമ്പോൾ ഒരു രസകാളം പോലെയൊക്കെ തോന്നുന്നില്ലേ? ഓക്കെ, ഇനി ഞാനൊന്ന് ഒലുമ്പി ഒഴിക്കട്ടെ. ഈ മിക്സി കുഴപ്പമില്ല കേട്ടോളേ, നന്നായി അരയുണ്ട്. മറ്റേത് പോയതിൻ്റെ സങ്കടം എനിക്ക് തീർന്നിട്ടില്ല. എന്നിട്ടോ അതിൻ്റെ ചെറിയ ജാറ് കേടേ വന്നിട്ടില്ല. ഞാൻ അതിനെ അനൂന് കൊടുത്തു. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപയോഗമാവട്ടെ, വെറുതെ കളയണേന് പകരം. ഓക്കെ, ഇനി ഒന്ന് സൈഡ് കൂടെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് വാങ്ങാം. വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് വറുത്തിടാം. ചെറുതായിട്ട് നൊരഞ്ഞ് വരുന്നുണ്ട്. ഓഫ് ചെയ്യാം. ചട്ടിയാണ്, ഇരുന്ന് ഇതാവും. ഇനി നമുക്ക് വറുത്തിടാം കേട്ടോളൂ. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി, കറിവേപ്പില, ഒരു 3-4 വറ്റൽമുളക്. ദാറ്റ്സ് ഓൾ. നമ്മൾ വറുത്തിടാം. ഇവിടെ എനിക്ക് ഉള്ളി ഉപ്പേരിയാണ്. ഓൾറെഡി ഞാൻ ആ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇനി വറുത്തിടാം. ഒരു നാടൻ വിഭവമായ മുപ്പുളി റെഡിയായി. അങ്ങനെ നമ്മുടെ മുപ്പുളി റെഡിയായി. നല്ല അസ്സൽ കൂട്ടാനാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഞാനിവിടെ ഉള്ളി ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ചോറും മുപ്പുളിയും ഉള്ളി ഉപ്പേരിയുമായിരുന്നു ഞങ്ങൾക്ക്. കഷ്ണങ്ങൾക്കൊക്കെ എല്ലാത്തിലും പുളി പിടിച്ച് ആ മാങ്ങ കൂട്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് അതൊരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. അരപ്പ് എന്നുണ്ടെങ്കിൽ വളരെ ഡിഫറെൻറ്റ് ഫീലാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കഴിക്കാം. എനിക്കും അമ്മയ്ക്കും മുപ്പുളിയും ഉള്ളി ഉപ്പേരി, അച്ചയ്ക്ക് ഉള്ളിച്ചോറും ചെമ്മീൻ റോസ്റ്റും. അങ്ങനെ പലവിധം ഘട്ടമായിട്ടാണ് ഭക്ഷണങ്ങൾ. ഓക്കെ, അപ്പോൾ മുപ്പുളി കൂട്ടിയിട്ട് ഉണ്ണാം. അതിനെക്കാട്ടിലും മുമ്പായിട്ട് നമ്മൾ ഇതിന്ന് മാറ്റിവെച്ച ആ ഒരു മാങ്ങയുടെ ഇതിൻ്റെ രുചി വേറെ അതിനും വരില്ലല്ലോ. അടിപൊളി. അപ്പോൾ ഇങ്ങോട്ട് പോരട്ടെ ക്യാമറ. ഇത് നോക്കൂ. ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് ഈ ഉള്ളി ഉപ്പേരിയും കൂട്ടിയിട്ട് സൂപ്പർ. എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല ചൂട്. ആക്രാന്തം കാണിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇതൊരു വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു കൂട്ടാനാണ്. കൊണ്ടാട്ടം മറക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഇനി ഉണ്ടമ്മ കുറച്ചും കൂടി പുളിയാവാല്ലേ? ഇല്ല മതി. മാങ്ങ ഉദ്ദേശിച്ച ലെവലിലേക്ക് പുളിയായില്ല അമ്മ. മാങ്ങ ഒരു മധുരമായി നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങ. ഇത് പാകം പുളി നന്നായിട്ടല്ലേ കൂട്ടി കൊണ്ട്. മുപ്പുളി പറഞ്ഞാൽ 3 പുളി ഒഴിച്ചാലും പാകത്തിനുള്ള പുളിപ്പില്ല. ഓക്കെ, അപ്പോൾ കഴിക്കൂ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു പുതിയ രുചിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.